നിതിൻ ഗഡ്കരി ഇത് ബി ജെ പി ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം നിങ്ങളും ആരോപിച്ചതാണ്. SDPI ബന്ധം അത് ആ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന കാര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുന്നതിൽ ഇടതുപക്ഷത്തിന് പറ്റിയ പിഴവുകൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ നിങ്ങളുടെ നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായ ആശയക്കുഴപ്പം, ഈ പെട്ടി വിവാദം ഉന്നയിച്ചപ്പോൾ NN കൃഷ്ണദാസിനെ പോലെയുള്ളവർ അതിൽ ഇതൊരു ചർച്ചാ വിഷയമല്ല എന്ന വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. മറ്റു വിഷയങ്ങളിലും ഇതേ കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ലെഫ്റ്റ് ക്യാമ്പിന് ഒരു പ്രചരണ മുന്നോട്ട് വെക്കാൻ, ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുന്നതിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ നിങ്ങളൊരു പരിശോധന നടത്തുമോ? ഇല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിനകത്ത് രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന പ്രത്യേക സംഭവങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. അതിലെല്ലാം ആ സമയത്ത് തന്നെ പാർട്ടിയുടെ നേതൃത്വം അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത്, അങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDF എന്തെങ്കിലും ഒരു പിഴവ് പറ്റി എന്ന് വിലയിരുത്തുന്നത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ കഴിഞ്ഞൊരു 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കിയാൽ ആ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് LDFന്റെ നിലയിൽ കാര്യമായൊരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എവിടെയാണോ LDF നിൽക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു വോട്ടിന്റെ, ഒരു 1000-ഓളം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ, അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ സരിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയമായ പരീക്ഷണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ നടത്തിയതിൽ പാലക്കാട് നഗര മേഖലയിൽ കുറെ കൂടി വോട്ടുകൾ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. ഒരു നേരിയ വർധനവ് പാലക്കാട് നഗര മേഖലയിൽ ഞങ്ങളുടെ വോട്ടുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ചെറിയ വോട്ടല്ല, BJPക്ക് കുറഞ്ഞത് ഏതാണ്ട് 11,000-ഓളം വോട്ടാണ് BJPക്ക് ഇവിടെ കുറഞ്ഞത്. ആ 11,000-ഓളം വോട്ട് BJPക്ക് കുറയുമ്പോൾ അതിൽ ഒരു 4,000-ഓളം വോട്ട് കോൺഗ്രസിന് വർദ്ധിക്കുകയും ചെയ്തു. അതായത് ഷാഫി പറമ്പിൽ ആദ്യം മത്സരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഷാഫി പറമ്പിൽ ആദ്യം മത്സരിച്ച് 2016 അദ്ദേഹം മത്സരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള വോട്ട് ഏതാണ്ട് 57,000-ന് പുറത്താണ്, 58,000-നോട് അടുത്ത് ആണ് എന്നാണ് ഓർമ്മ. ആ വോട്ടിലേക്ക് ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് എത്തിക്കാനും വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ശോഭാ സുരേന്ദ്രന് ഏതാണ്ട് 40,000-ഓളം വോട്ടാണ് കിട്ടിയത്. അതിനോടടുത്ത വോട്ടിലേക്കാണ് ഇപ്പോ BJP നിൽക്കുന്നത്. BJP പറഞ്ഞ അതിനുശേഷം വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ ആ അവകാശവാദത്തിൽ കഴമ്പില്ല എന്ന്, അതിനേക്കാൾ 1000 വോട്ട് കുറവാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്കാണെങ്കിൽ അന്ന് NN കൃഷ്ണദാസ് മത്സരിക്കുമ്പോൾ ഏതാണ്ട് 37,000 എന്നുള്ള നിലയിലാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിരുന്നത്. ഏതാണ്ട് അതിനോടടുത്ത വോട്ട് തന്നെയാണ് ഇപ്പോ സരിനും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും നിലയിൽ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഘടകങ്ങളോ പരാജയപ്പെട്ടു എന്ന് അതിൽ വിലയിരുത്താനാവില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകൾ, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും വിജയിക്കാൻ കഴിയുന്ന കുറെ അനുകൂല ഘടകങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വരും എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അത് ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അതിനർത്ഥം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഏതെങ്കിലും കാര്യങ്ങളോ അപ്രസക്തമാണ് എന്നുള്ളതല്ല. ഞാനത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് UDFന് വലിയ മേൽക്കൈയുള്ള, കേരളത്തിലെ ഏറ്റവും ഉറച്ച UDFന്റെ മണ്ഡലങ്ങളിൽ ഒന്നായി വിലയിരുത്തേണ്ട ഒരു മണ്ഡലമാണ്. അല്ലാതെ ഒരു നാരോ മാർജിനിൽ UDF ജയിച്ചു കയറുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിലില്ല. UDFന് വ്യക്തമായ ആധിപത്യമുള്ള ഒരു മണ്ഡലമായി തന്നെയാണ് പാലക്കാട് നിലനിൽക്കുന്നത്. അത് അതേപോലെ തന്നെ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. UDF ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത് ഇതൊരു ഭരണത്തിനെതിരായ വികാരം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ്. ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്നുള്ളതാണ് ചേലക്കരയിലെ ശ്രീ KU പ്രദീപിന്റെ വിജയം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പാലക്കാട് നഗരസഭയ്ക്കകത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരായ ഒരു വലിയ വികാരം BJPയെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ കൈയൊഴിഞ്ഞിരിക്കുന്നു പാലക്കാട് ഉൾപ്പെടെ എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയായിട്ട് വേണം നമുക്ക് ഈ ഫലത്തെ വിലയിരുത്താൻ എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം ഈ SDPI പോലെയുള്ള വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ച് സമൂഹത്തിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള UDFന്റെ ശ്രമത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയം ഉണ്ടായിരിക്കുന്നു. പക്ഷെ അത് ഒരു അപകടകരമായ സൂചനയായിട്ട് കൂടിയാണ് ഞാൻ കരുതുന്നത്. ശരി, എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ 7 ദിവസം അധികം ലഭിച്ചു പാലക്കാട് പ്രചരണത്തിന്. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞു. ഇത്ര നാടിളക്കിയുള്ള പ്രചരണം നടന്നിട്ട് എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വങ്ങൾ വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന സന്ദേശം കൂടി പൊതുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുമ്പോൾ നമുക്ക് മുന്നിലുണ്ട്. ഒപ്പം മാധ്യമങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചർച്ച ചെയ്ത അജണ്ടകളല്ലേ യഥാർത്ഥത്തിൽ ജനം പരിശോധിച്ചത്? അവർക്ക് മുന്നിൽ പരിഗണനാ വിഷയമായി മാറിയത് മറ്റ് വിഷയങ്ങളാണോ എന്ന ഗൗരവ പരിശോധനയും നമുക്ക് ആവശ്യമായി വരുന്നു. ഇക്കാര്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.